ഞാൻ പറഞ്ഞത് കള്ളമാണെങ്കിൽ കാര്യങ്ങൾ നീ നേരിട്ട് ചോദിക്ക്. അതിനാ ഞാൻ ഇവളെ വിളിച്ചു വരുത്തിയിരിക്കുന്നെ. സാറിനോട് ക്ഷമിക്കണം. ക്ഷമിക്കണോ വേണ്ടെന്ന് അല്പം കഴിഞ്ഞ് തീരുമാനിക്കാം. ആദ്യം അവള് വരട്ടെ. പത്മ, ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മനക്കിലെ ഈ പാവം പെണ്ണിനെ ഇവള് വിളിച്ചു വരുത്തിയപ്പോഴേ എനിക്ക് മനസ്സിലായി, എനിക്കെതിരെ ഇവളെ സാക്ഷിയാക്കി എന്നെ വിചാരണ ചെയ്യാനാന്ന്. നീ എന്റെ മുമ്പിൽ കിടന്ന് കൂടുതൽ പ്രസംഗിക്കൊന്നും വേണ്ട. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത് ഈ പെൺകുട്ടിയോടാ. പറയാ, നിങ്ങളുടെ യഥാർത്ഥ പേരെന്താ? സംയുക്ത. പിന്നെ സിസ്റ്റർ പവിത്രയാണെന്ന് എന്നോട് എന്റെ ചേച്ചിയോടും കള്ളത്തരം പറഞ്ഞെന്തിനാ? ചോദിച്ചു കേട്ടില്ലേ? എന്നോട് കള്ളത്തരം പറയാൻ തന്നെ ആരാ പ്രേരിപ്പിച്ചതെന്ന്? ഇവര് കള്ളത്തരം പറയുന്നു. അംബിക പറയുന്നത് കേട്ട് മര്യാദ കേട്ട് പറഞ്ഞു, നീ ഇവിടെ നിന്ന് നേരെ നടന്നു പോവില്ല. നട്ടാ കുറുക്കാത്ത നുണകളാ ഇവര് പറയുന്നേ. ഇവരെ കൊണ്ട് ഇവര് പറയിപ്പിക്കുന്നതാ. സ്റ്റോപ്പ് ഇറ്റ്. ഇവരെ ഞാൻ പറഞ്ഞിട്ടാണ് ചേച്ചി ഇവിടെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഇവരോട് ചോദ്യം ചോദിക്കുന്നത് ഞാനാണ്. അതിൽ നിങ്ങൾ കയറി ഇടപെടേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് എന്റെ കോടതി. ഞാൻ തന്നെയാണ് പബ്ലിക് പ്രോസിക്യൂട്ടറും പ്രതിഭാഗം വക്കീലും ജഡ്ജിയും വിധി പറയുന്നതും. എനിക്കെതിരെ വിധി പറയാനാണെങ്കിൽ അതൊരു 24 കൊല്ലം മുമ്പേ പറഞ്ഞതല്ലേ. അന്ന് ഇവളായിരുന്നല്ലോ PP, നിങ്ങൾ ജഡ്ജിയും. നിങ്ങൾ വിധിച്ചു അപമാനിക്കലെന്ന ശിക്ഷ. ലോകത്ത് അഭിമാനം കാത്തു സൂക്ഷിക്കുന്ന ഒരു സ്ത്രീക്കും സഹിക്കാൻ പറ്റാത്ത പരപുരുഷ ബന്ധം എന്ന കുറ്റം.